ഹായ് വ്യൂവേഴ്സ്, ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്, മീൻ പീര. ഇത് നമുക്ക് കൊഴുവ വെച്ചിട്ട് ഉണ്ടാക്കാം, അതുപോലെ ചാള, ചെമ്മീൻ, അതുപോലെ ചൂര, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പീര ഉണ്ടാക്കാം. ഇതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് കൊഴുവയും അതുപോലെ ചാള വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കൊഴുവ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് കാണാം. മീൻ പീരയിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ: കൊഴുവ, ഇതൊരു 1/4 കിലോ ഉണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തീരെ ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. അതുപോലെ തേങ്ങ ചിരവിയത് ഒരു 1/4 കപ്പ്, ഒരു 20 ചുവന്നുള്ളി ചതച്ചത്, ഒരു 10 പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത്, 10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന നേരത്തെ, അതുപോലെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ പൊടി, ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, തേങ്ങ ചിരണ്ടിയത്, തേങ്ങ ചിരവിതിട്ടു നമ്മൾ. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് മീൻ, അതുപോലെ കൊടംപുളി വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചത്, എന്നാലേ അത് കുതിർന്ന് ആ പുളിയൊക്കെ ഇറങ്ങി വരും. അതും ഇതിലേക്ക് ചേർക്കുക. മീൻ ചേർത്ത് കഴിഞ്ഞാൽ അധികം ഉടയാതെ നോക്കണം. നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒരു പകുതി കറിവേപ്പില നമുക്കിപ്പോൾ ചേർക്കാം. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അധികം വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. കൈ കൊണ്ട് തന്നെ, സ്പൂൺ വെച്ചടിച്ചാൽ മീൻ ഉടയാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം, വെള്ളം ചേർത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം വേണം മീൻ കുക്ക് ചെയ്ത് വരാനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ പീര ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ പരുവം എന്താ എന്നുള്ളത്. പിന്നെ വെള്ളം ഏകദേശമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. പുളി ആവശ്യത്തിനുണ്ട്, നല്ലൊരു ലേശം ഉപ്പും കൂടിയാവാൻ തോന്നുന്നു. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. മീനൊക്കെ വെന്തിട്ടുണ്ട്.
ഇത് ചട്ടിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. എന്ന് വെച്ചാൽ ചട്ടി ഇല്ലാത്തവർക്കും ഉണ്ടാക്കാം, നോൺ സ്റ്റിക്കിൻ്റെ ഇതിനകത്താണെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം വറ്റുന്നതൊക്കെ, ഉണങ്ങിപ്പോകരുത് തീരെ. അടുപ്പിലുണ്ടാക്കിയ ഇതിലും ടേസ്റ്റാണ്. അപ്പം നമുക്കതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നിവിടം വരെ നോക്കാം. അപ്പം നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ടച്ചപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി ആവി വന്ന് തുടങ്ങി ഇതിനകത്തുനിന്ന്. ഈ സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, നമ്മളല്ലാതെ ഇതിൽ എണ്ണയും ചേർത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിൻ്റെ ആവി പുറത്ത് കളയാതെ ഒന്ന് ചൂടാവാനായിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത്. അപ്പോൾ ഇതേ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. മീൻ പീര ശരിക്കും നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ കപ്പയുടെ കൂടെയും നല്ലതാണ്, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, കാരണം അത്ര നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേറെ സൂപ്പർ കോമ്പിനേഷൻ ഉണ്ട്, നമ്മുടെ തട്ട് ദോശ ഇല്ലേ, തട്ട് ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ദോശയുടെ കൂടെയുള്ള മീൻ പീരയൊക്കെ നിങ്ങളൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അവരും ഉണ്ടാക്കി നോക്കട്ടെ, നല്ലതായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുകയും ചെയ്യാമല്ലോ. അപ്പം നിങ്ങളിതെല്ലാവരും കാണുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.